റൂബിൻ ലാൽ അതിനു മുമ്പ് നടത്തിയ വനമേഖലയിൽ നടത്തിയ ആദിവാസികൾക്കൊപ്പം നിന്ന വനം വകുപ്പ് ആദിവാസികൾ കാണിക്കുന്ന നെറുകേടുകൾ പുറം ലോകത്തെ അറിയിച്ചതിന്, വിവരാവകാശ പ്രകാരം അവരുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നതിന് ദീർഘകാലത്തെ പക തീർക്കാനെടുത്ത കള്ളക്കേസാണ്. ആ കള്ളക്കേസിൽ ആ പാതിരാത്രി പോയി കഴുത്തിന് കുത്തിപ്പിടിച്ച് അകത്തിടാൻ ശുഷ്കാന്തി കാണിച്ച CIക്ക് സസ്പെൻഷൻ നമുക്കറിയാം. പലപ്പോഴും അതൊരു ഉടായ്പ നടപടി എന്ന് കരുതുമ്പോൾ പോലും അനീതി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ ഒരു സസ്പെൻഷൻ, അത് നീതി ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ലേ CR? വളരെ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ സസ്പെൻഷനെ ഹാഷ്മി പറഞ്ഞതുപോലെ സസ്പെൻഷൻ അവസാനത്തെ ശിക്ഷാ നടപടിയല്ല. കുറച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. പോലീസിൽ അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ പോലീസ് കാണിച്ച ക്രൂരമായ ധിക്കാരം, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേണ്ടി, ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യനെ, അദ്ദേഹം അവിടുത്തെ ആദിവാസികൾക്ക് ഏറെ പ്രിയങ്കരനാണ്, മാധ്യമങ്ങളിൽ അവരുടെ വിഷയങ്ങൾ കൊണ്ടുവരുന്ന ആളാണ്. ഞാൻ ആദിവാസികളുമായി ഒരുപാട് സംസാരിച്ചതാണ്, എനിക്ക് റൂബിൻ ലാലിനെ നന്നായിട്ട് അറിയാം. അവിടുത്തെ ആദിവാസികളുടെ നിരവധി വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരികയും അതിനനുസരിച്ച് അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത കുറെ കാലമായി. റിപ്പോർട്ടർ ആവുന്നതിന് മുമ്പും അദ്ദേഹത്തിന് ഇതുമായി ബന്ധമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചത്. തീർച്ചയായും ജനങ്ങളുടെ പ്രതിഷേധം കേൾക്കാൻ ചില ഉദ്യോഗസ്ഥരെങ്കിലും പോലീസിലുണ്ട് എന്നറിയുന്ന സന്തോഷം. ആൻഡ്രീൻ ഗോമിക്കിനെതിരെ ഈ അറസ്റ്റ് നിയമവിരുദ്ധ അറസ്റ്റാണ്, ഈ അറസ്റ്റ് ഒരു നിയമവിരുദ്ധ അറസ്റ്റാണ് എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഒരു തരത്തിലുള്ള ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ല. അയാളുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു, അയാളെ വനിതാ GD ഓഫീസറുള്ള ഓഫീസിൽ കൊണ്ട് അടിവസ്ത്രത്തിൽ നിർത്തി. ഇത് നീതിരഹിതമായ അറസ്റ്റാണ് എന്ന് പോലീസ് കണ്ടെത്തിയ ഒരു കേസിൽ ഇപ്പോഴും നമ്മുടെ റൂബിൻ ലാൽ ജയിലിൽ കിടക്കുകയാണ്. CR അല്ല, അവിടെയാണ് പ്രശ്നം. CI സസ്പെൻഡ് ആയിട്ടും റൂബിൻ ലാൽ ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് നീതിയുടെ ഒരു പരിഹാസ ചിത്രമാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം തന്നെ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. നിയമവിരുദ്ധമായ അറസ്റ്റാണ്, തെറ്റായ രൂപത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പോലീസ് തന്നെ കണ്ടെത്തിയ നിലയ്ക്ക് റൂബിൻ ലാലിന് ഉടനെ തന്നെ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം തെറ്റായ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടിട്ടല്ല. പക്ഷേ ഞാൻ പറയുന്നത് അദ്ദേഹം അനുഭവിച്ച ദുരിതമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചവർ ആദിവാസികൾ 12 കിലോമീറ്റർ നടന്നിട്ടാണ് കാശ്മീർ അവരെ ചാലക്കുടിയിലും ആതിരപ്പള്ളിയിലും ഒക്കെ പ്രകടനത്തിന് വരുന്നത്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവർ വരുന്നത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ സംഘടനകളോ കൊണ്ടുവരുന്ന പോലെ പണം കൊടുത്ത് കൊണ്ടുവരുന്നതല്ല, അവർ സ്വന്തം ഇഷ്ടപ്രകാരം. എന്തായാലും താങ്കളും ആ സമരമുഖത്തുണ്ടായിരുന്നു, അതിന് നന്ദി CR നീലകണ്ഠൻ. ഞങ്ങളുടെ മാധ്യമപ്രവർത്തനം മാത്രമല്ല, പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാൾക്ക് വേണ്ടി നിന്നതിൽ നന്ദി. മാത്രമല്ല, താങ്കൾ പറയുന്ന പോലെ ആദിവാസി ഊരുകൾ റൂബിന് വേണ്ടി ശബ്ദമുയർത്തണം, അവർക്ക് നന്ദി. എന്തായാലും റൂബിൻ ഈ വിവരങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. റൂബിൻ ശക്തമായി തിരിച്ചുവാ, ആദിവാസികൾക്ക് ശബ്ദിക്കാൻ ആളില്ലാത്തവർക്ക് വീണ്ടും നാക്കാവണം. തിരികെ എത്തും. നമ്മൾ വീണ്ടും നമ്മുടെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്കും രാഷ്ട്രീയത്തിലേക്കുമാണ്. ഇടവേളയ്ക്ക് ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.